പ്രിയപ്പെട്ട ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ആള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം. വീണയ്ക്കെതിരായിട്ട് ഒരു കളങ്കവും നിലവിലില്ല. അതുകൊണ്ട് കളങ്കം ഒഴിവാക്കാൻ മെനക്കെടേണ്ട കാര്യമില്ല. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. കേന്ദ്ര സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നെന്നും ആ കള്ളക്കടത്തിന് ബാഗ് വിട്ടുകിട്ടാൻ കസ്റ്റംസിൽ വിളിച്ചു എന്നും ഒരു വീരൻ സുരേന്ദ്രൻ പറഞ്ഞു പോയിട്ട് നാലത്രയായി. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. കളങ്കം ഞങ്ങളുടെ മേലെ ചാർത്താൻ നോക്കിയില്ലേ? വല്ല കളങ്കം നടന്നോ? ഞാൻ വിഷയത്തിൽ നിന്ന് പോകുന്നില്ല. ഖുർആന്റെ മറവിൽ ഒരു മന്ത്രി സ്വർണം കടത്തി, മന്ത്രിസഭ ഒന്നാകെ. കളങ്കം ഞങ്ങളുടെ പേര് വല്ലതും വന്നോ? ഒന്നും പറയാണ്ടിരിക്കാൻ. അതുകൊണ്ട് ഞങ്ങളുടെ മേലെയുള്ള കളങ്കം ഇതുപോലുള്ള കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കുന്നവർ കളങ്കമെന്ന് പറഞ്ഞു നടക്കും. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ കോൺഗ്രസിന് വേണ്ടി അവതരിച്ച ബഹുമാനായ ശ്രീ യാസഫ് അലി അദ്ദേഹത്തിന്റെ നല്ല ഊർജ്ജം പാഴാക്കിയത് ലാവലിംഗ് കേസിൽ പിണറായി വിജയന്റെ ചോര കുടിക്കാൻ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരടെ കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ. എന്നിട്ട് ഇദ്ദേഹത്തിന് തന്നെ വളരെ ഉറ്റ ബന്ധമുള്ള ആന്റണിയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും എല്ലാം അവിടെ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴാണ് 2009 അവിടെ ഈ ലാവലിംഗ് കേസ് ഉണ്ടാക്കിയത്. എന്നിട്ട് എന്തായി? ആസിഫ് അലിയുടെ യുദ്ധം എവിടം വരെ പോയി? ആ ലാവലിംഗ് കേസ് ബാക്കിയൊന്ന് എടുപ്പിക്കാൻ ആസിഫ് അലി ഒന്ന് സുപ്രീം കോടതി പോയേ. നിങ്ങൾ പിണറായി വിജയന്റെ ചോര കുടിച്ച് മതിയായില്ല നിങ്ങൾക്ക്? ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. നിങ്ങളുടെ രാഷ്ട്രീയങ്ങൾ നിർത്താറായില്ലേ? എന്നിട്ട് അദ്ദേഹം ഇന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി കള്ളപ്പണം കടത്തിയതിന്റെ കണക്ക്, ചെന്നിത്തല കള്ളപ്പണം കടത്തിയതിന്റെ കണക്ക്, ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും കള്ളപ്പണം കണത്തിന്റെ കണക്ക്. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടും. 135 കോടി രൂപ. പിണറായി വിജയന്റെ പേര് വിട്ടുപോകരുത്. അത് പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ കൈതോലപ്പായിൽ പണം കിട്ടുന്ന കള്ളക്കഥ നിങ്ങളൊക്കെ ഉണ്ടാക്കിയാലും ആ പിണറായി വിജയൻ പറഞ്ഞാൽ മതി. വേറെ അല്ലേ ചുണയുണ്ട തെളിയിക്ക്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. ചുണയുണ്ട അബ്ജോദ് അങ്ങ് തെളിയിക്ക്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അബ്ജോദിനെ 1000 തവണ വെല്ലുവിളിക്കുകയാണ്, 10,000 തവണ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ തമ്പ്രാക്കളെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ തന്നെയാണ്. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. ഞങ്ങളുടെ ചോദ്യം, അങ്ങനെ കള്ളപ്പണമായി കരിമണൽ കമ്പനിയിൽ നിന്ന് കാശ് കൊണ്ടുപോയ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ളവർ കൊണ്ടുപോയ കാശ് അവരുടെ പാർട്ടിയുടെ കണക്കിലുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കടലാസിന്റെ അറ്റത്ത് കിടക്കുന്നു. അതെല്ലാം വളരെ വിശേഷപ്പെട്ട തെളിവാണെന്ന് ജീവിച്ചിരിക്കാത്ത ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇന്ന് പറയുമ്പോൾ അതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്തെ ശമ്പളക്കാരനായ ആസിഫ് അലിയുടെ നീതിബോധം എനിക്ക് മനസ്സിലായില്ല. ഇനി അദ്ദേഹം ഇവിടെ നിയമത്തെ വളച്ചൊടിച്ചു. അദ്ദേഹം വളരെ സീനിയർ വക്കീലാണ്. പക്ഷെ ഒരു ചാനൽ ചർച്ച കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി നിയമത്തെ വളച്ചൊടിക്കരുത്. അത് നിയമപരമായ പ്രൊഫഷണൽ ഇൻജസ്റ്റിസ് ആണ്, സത്യസന്ധത ഇല്ലാമയാണ്. എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ പറഞ്ഞ വകുപ്പ് 446(7). 446 സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇത് വല്ല ഇടങ്ങേറായല്ല. ഈ നിയമവകുപ്പ് അന്തസ്സായി പറയുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് വീണാ വിജയനെതിരെ എന്നല്ല ഒരു ചുക്കും ചെയ്യാൻ SFIക്കാവില്ല. കേട്ടതൊക്കെ ശരിയാണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നാളെ ആ കേസ് വീണാ വിജയനെതിരെ ഒന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞു വരുമ്പോ അത് മോദിയായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലേ. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞേക്കുക, ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാനാവില്ല. കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അപ്പൊ ഈ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് കെട്ടിപ്പൊക്കിയാലും നിലനിൽക്കത്തില്ല. പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തിടത്ത് വെച്ച് നീയല്ലേ? ശ്രീ റജി ലൂക്കോസ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗകര്യമില്ല പിണറായി വിജയൻ എന്നുള്ളതാണ്. സാമാന്യമായി നമ്മൾ അത് മനസ്സിലാക്കണം. അൻവർ അല്ല ആരെന്ത് പറഞ്ഞാലും പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിച്ചാലും സൗകര്യമില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ സൗകര്യമില്ല, അത്രയേ ഉള്ളൂ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അഭിലാഷ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ ഇത് രാജ്യത്തുണ്ടായിട്ടുണ്ട്. കേവലം മാസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി പാർലമെന്റ് എത്തിയ ഒരു മുതിർന്ന MP, കോൺഗ്രസിന്റെ MP എന്നെ സംശയിക്കരുത്, BJPയിലേക്ക് ചേരണമെന്നും പറഞ്ഞുകൊണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ പ്രചാരണമുള്ള റെപ്യൂട്ടഡായുള്ള മാധ്യമം ഡൽഹി എഡിഷനാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവാ. ദാറ്റ് മീൻസ് ഡൽഹി എഡിഷൻ പുറത്തുവിടുന്ന രാജ്യത്തിന്റെ ശ്രദ്ധ തന്നെ വരുവാണ്.
അങ്ങനെയുള്ള ഒരു സബ്ജക്ട് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയുടെ MLA, അവര് പിന്നെ BJP-യുടെ ലീഗൽ സെല്ലിലേക്ക് ഇന്ന് എടുത്തിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? സാറേ, ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ ഈ കൂടുതൽ. വിഷയം നിങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നില്ലേ? പിണറായി വിജയനെ നിങ്ങൾ തേച്ചൊട്ടിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങൾ ഏത് MP ആണ് BJP-യിൽ ചേരാൻ വേണ്ടി ചർച്ച നടത്തിയത് എന്നുള്ളത് പുറത്തു വരട്ടെ, ചർച്ച ചെയ്യാം. ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്നത് ഞങ്ങളെ ആയിരിക്കും. അപ്പോ ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പ് മാറുന്നുണ്ട്. ഇന്ന് കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കർ പറയുന്നത് RSS ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്നാണ്. ആ ലാംഗ്വേജിനും ആ ഭാവത്തിനും ശരീരഭാഷയ്ക്കും ഒക്കെ വല്ലാതെ മാറ്റം വരുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ. ഇതാണ് അഭിലാഷ നിങ്ങളുടെ സെലക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ നയങ്ങളും. എന്താണെന്നറിയോ, RSSന്റെ ഒരു നേതാവിനെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പിന്നെ MR അജിത് കുമാർ എന്ന് തൃശ്ശൂർ പത്രസമ്മേളനം നടത്തി ആളിന്റെ പേര് നിഷേധിച്ച ഞാൻ പിന്നീട് പറയാം, എവിടെ വെച്ച് കണ്ട തെളിവ് പറയാന്ന് പറഞ്ഞ വീഡിയോ ശേഷം പറഞ്ഞ അന്ന് നിങ്ങൾ ഇത് ചർച്ചയ്ക്കെടുത്തു. ഇതിന് മരുന്നില്ല. അപ്പോ പിന്നെ നിങ്ങൾ പറയുന്ന പേര് പറയാതെ കണ്ട്, പേര് വെളി വരാതെ കണ്ട് കോൺഗ്രസ് MPയുടെ കാര്യം ചർച്ച ചെയ്യലെന്ന് പറഞ്ഞ എന്ത് ന്യായമായി അതിനകത്തുള്ളത്? ഏത് MP ആണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചർച്ച ചെയ്യും? ഏത് MP ആണ് എന്നറിയാതെ എങ്ങനെ ചർച്ച ചെയ്യും? എങ്ങനെയാണ് ഏത് MP ആണ് കോൺഗ്രസിൽ നിന്ന് BJP-യിൽ ചേരാൻ പോയതെന്ന് അറിയാതെ നമ്മൾ എങ്ങനെ അത് ചർച്ച ചെയ്യും? നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത് ഇവൻ ഈ സത്രം മാറ്റിച്ചേടാ. ഇ.ഡി. സതീശൻ വളരെ കൃത്യമായി MR അജിത് കുമാർ തൃശ്ശൂരിൽ പാറമേക്കാവിൽ വെച്ച് ഇങ്ങനെ ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തി, തീയതി അടക്കം പറഞ്ഞു. നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ. അതിൽ മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് ചർച്ച ചെയ്തു. നാളെ കോൺഗ്രസിന്റെ MP ആരാണ്, എവിടെ വെച്ച് ചർച്ച നടത്തി എന്ന് താങ്കൾക്ക് പറയുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. RSSന്റെ ഒരു നേതാവിനെ കണ്ടിരിക്കുന്നു, നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിന്റെ പേര് സഹിതം ഞാൻ പുറത്തുവിടാം. MR അജിത് കുമാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് ദത്താത്രേയ ഹൊസബലയുടെയും പേര് പറഞ്ഞു. നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവി കൊണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. അഭിലാഷ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് കഴിഞ്ഞ് 11:53 ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തൃശ്ശൂർ പത്രസമ്മേളനം നടത്തുന്നു. 12 മണിക്ക് അൻവർ പത്രസമ്മേളനം നടത്തിയ മുഴുവൻ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. അഭിലാഷ് തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ ഈ കോൺഗ്രസ് MP പോകുന്ന ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെ ഒരു മാധ്യമം പുറത്തുവിട്ട് ഈ നിമിഷം വരെ ഒരു കോൺഗ്രസിന്റെ നേതാവ് നിശ്ചയിച്ചിട്ടില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആളുടെ പേരെന്തായാലും ആട്ടെ, വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? പേരില്ലാത്ത ഒരു MP BJP ചോരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച നടത്താം. എന്താണ് ഇത്? നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വെറുതെ വ്യതിചലിച്ചു പോകണ്ട. പേരില്ലാത്ത MP നാഥനെ തേടുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച നടത്താൻ വേണമെങ്കിൽ. ലോകത്തെവിടെയെങ്കിലും കേട്ടോ ഇവിടുത്തെ ഈ അടിസ്ഥാനപരമായ വിഷയം നോക്കൂ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സൗകര്യമില്ല എന്നുള്ളതൊരു കാതലായ വിഷയമല്ലേ? അതെ ശരിയാണ്. അല്ല അഭിലാഷ, ചാണ്ടി ഉമ്മന്റെ പേര് പുറത്തു വന്നില്ലേ? നിങ്ങൾ ബ്രേക്കിംഗ് കൊടുത്തില്ലേ? ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിലേക്ക് അപ്പോയിന്റ് BJP-യുടെ ലീഗൽ സെല്ലൊന്നുമില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ BJP-യുടെ ലീഗൽ സെല്ലിൽ എന്തിനാണ് കോൺഗ്രസ് MLA ഇരിക്കുന്നത്? BJP-കാർക്ക് എന്തുമാത്രം അഡ്വക്കേറ്റ് ഉണ്ട്? അവരാരെങ്കിലും വെച്ചാ പോരെ? തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ, അതെന്തിനാണ് അഭിലാഷനായിരിക്കുന്നത്? അഭിലാഷ് തന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് താങ്കൾ കള്ളം പറഞ്ഞാ പിന്നെ ഞാൻ ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിൽ എടുത്തോ? എവിടെ? BJP-യുടെ ലീഗൽ സെല്ലിൽ ചാണ്ടി ഉമ്മനെ എടുത്തു എന്ന് പറഞ്ഞത് ഞാൻ എവിടെ ഒരു BJP-യുടെ ലീഗൽ സെല്ലിൽ ചാണ്ടി ഉമ്മനെ എടുത്തോ? അഭിലാഷ് അങ്ങനെ എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ 2 വർഷം മുമ്പ് BJP-യിലായിരുന്നോ പിന്നെ ചാണ്ടി ഉമ്മൻ? നിങ്ങൾ ഈ പറയുവാണെന്നുണ്ടെങ്കിൽ ആണോ? അല്ലല്ലോ. ചാണ്ടി ഉമ്മൻ 2 വർഷം BJP-യിലായിരുന്നു. കളരിപ്പറമ്പിൽ തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് പേര് കൊടുത്തു. എവിടെയാണ് അദ്ദേഹം BJP-യുടെ ലീഗൽ സെല്ലിൽ ചേർന്നിട്ടില്ല. ബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? അല്ല, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാനും അത് തന്നെയാ പറയുന്നത്. അത് കേട്ടിട്ട് തന്നെ എവിടെ ഇരിക്കുന്നത്? എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല. BJP ചേർന്ന് ആര് പറഞ്ഞു? നാളെ BJP-യിലേക്കുള്ള വഴി വെട്ടുവാ. BJP-യുടെ ലീഗൽ സെല്ലിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അങ്ങനെ ഒരു സംശയത്തില്ല. ഞാൻ വരാം. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞൊരു MP ഇവിടെ ഇല്ലേ? കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ.
അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടതാണോ? അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യത ഉണ്ട്. അല്ലല്ല, ആ ഇന്റർവ്യൂ അതൊന്ന് കണ്ടതാണോ? highlight ചെയ്യാൻ. ആ ഇന്റർവ്യൂ താങ്കൾ മുഴുവൻ കണ്ടതാണോ? അതിന് പോകണമെങ്കിൽ ഞാൻ പോകും. ഒരിക്കലും അതിന് പോയി നിങ്ങളെ എന്ന് പേടിയില്ല എന്നാണ് പറഞ്ഞത്. ഇവരെയൊക്കെ വെളുപ്പിക്കാനിരിക്കുന്നത്. അല്ല, ഇതിൽ വെളുപ്പിക്കലൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും ഫാക്ച്വലായി സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ശരി, കെ സുധാകരൻ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞതുകൊണ്ട് ദത്താത്രേയ ഹൊസബലെ ആയാലും സർസംഘചാലകനെ ആയാലും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായോ അല്ലാതെയോ കാണാം ADGPക്ക് എന്നാണോ? പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തിനും കാണിക്കാം. ശരി, അവരും ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ പോയിന്റ് എന്താണ്? അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? എനിക്ക് മനസ്സിലായില്ല. എന്താ കെ സുധാകരൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന കാര്യം പറഞ്ഞു, അങ്ങനെ പലതും പറയുന്നതുകൊണ്ട് ഇപ്പോ ADGP RSSന്റെ അടുത്ത് പോയാൽ എന്താണെന്നാണോ? അതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? എന്താണ് ലോജിക്ക്? BJPയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടവാനും സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ. ആരെയും സുഖിപ്പിക്കില്ല, ഒരാളെയും സുഖിപ്പിക്കില്ല, ഒരാളെയും സുഖിപ്പിക്കേണ്ട കാര്യവുമില്ല. കൂടുതൽ എന്നെ നാറ്റിക്കാൻ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.